എം ജയചന്ദ്രൻ, ഒരുപക്ഷെ നേരത്തെ ഈ താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ സ്വരത്തിലാണ്. ഏത് വിധേനയും LDFിൻ്റെ ആ ഭരണം അവിടെ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ജനവികാരം എതിരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ പരീക്ഷിച്ചു എന്ന് തന്നെയാണ് റോണി കെ ബേബി പറഞ്ഞത്. ആ സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസ് വന്നപ്പോൾ ഞങ്ങൾ സഹായിച്ചു എന്ന് പ്രിന്റു മഹത BJP പ്രതിനിധി പറയുകയും ചെയ്തു. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ ഒരു മോഡൽ കൂടി, മറ്റത്തൂർ മോഡൽ, CJP, കോൺഗ്രസ് ജനതാ പാർട്ടി എഴുതി ചേർത്തിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ഇനി നിലനിൽക്കാൻ പോകുന്നത്? വളരെ കൃത്യമായി തന്നെ മറ്റത്തൂർ എന്ന് പറയുന്ന ജനതയോട് എന്താണ് ഇനി കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്? ഒരുപക്ഷെ ഈ മ്ലേച്ഛമായ രാഷ്ട്രീയം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്, BJP എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൃത്യമായ സൂചനയല്ലേ അത് മറ്റത്തൂർ നമ്മൾ കണ്ടത്? നിശ്ചയമായും സിജു, പിന്നെ ഇവര് കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും എന്തു തന്നെ പറഞ്ഞാലും ഇപ്പോ പിന്നെ KV അബ്ദുൽ ഖാദർ പറഞ്ഞല്ലോ, CPM ജില്ലാ സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് മറ്റത്തൂർ ഇഷ്യൂവിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മറ്റൊരു തെളിവാണ്, ഒരു തെളിവ് രേഖ. അത് ഞാനിവിടെ വായിക്കുകയാണ്. ഈ തെളിവ് രേഖ എന്ന് പറയുന്നത് 27-ാം തീയതി, അതായത് ഇന്നലെ ജോസഫ് ടാജറ്റ് എന്ന DCC പ്രസിഡന്റിന് ഈ രാജിവെച്ച ആൾക്കാർ 8 പേര് എഴുതിയ കത്താണ് ഞാനിവിടെ വായിക്കുന്നത്. ആ കത്തിൽ ഇങ്ങനെ പറയുന്നു: ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, തൃശൂർ DCC പ്രിയ പ്രസിഡന്റ്, പാർട്ടി നേതൃത്വം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും പ്രവർത്തകരോടും കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ച് താഴെ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരായ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. 8 പേരുടെയും പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആ പേരൂടെ ഞാൻ വായിക്കാം. 1 മിനിമോൾ ബ്രാക്കറ്റിൽ മിനി ടീച്ചർ, 2 ശ്രീജ ടീച്ചർ, 3 സുമ ആന്റണി, 4 അക്ഷയ് സന്തോഷ്, 5 പ്രിൻഡോ പള്ളിപ്പറമ്പൻ, 6 സിജി രാജേഷ്, 7 സിബി പൗലോസ്, 8 നൂർജഹാൻ നവാസ്. മറ്റത്തൂർ 27/12/2025. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ കോൺഗ്രസ് പ്രതിനിധിയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർക്ക്? എന്തെങ്കിലും പറയാനുണ്ടോ? അതോ പ്രിന്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ സംഭവിക്കും, സാധാരണ സംഭവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് കോൺഗ്രസിലെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് BJPയുമായി ഇവർക്ക് വേണ്ടി 8 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡീലാണെന്നേ. അതിന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കത്താണെന്ന് ഞാനിപ്പോ വായിച്ചത്. എത്രയാണ് മറഞ്ഞത് എന്നുള്ളത് തുറന്നുള്ള ദിവസങ്ങൾ പുറത്തു വരാൻ പോവുകയാണെന്നേ. ഇത് ചെറിയ കാര്യമൊന്നും അല്ല സിജു ഇത് കാണിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവവുമല്ല കേട്ടോ. ഈ പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഈ നീക്കുപോക്കുകളുണ്ട്, UDF BJP ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. എന്തിനാ മലപ്പുറത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, എത്ര സ്ഥലങ്ങളിൽ ഓരോന്നും എടുത്തു പറയാൻ തുടങ്ങിയാൽ എനിക്ക് മാത്രം സമയം തന്നതിന് തികയില്ല. അത്രത്തോളം ഉണ്ട്. ലിസ്റ്റ് തന്നെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി. ഈ ഡീല് എന്നിട്ട് ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? പച്ചയ്ക്ക് പറഞ്ഞോളൂ, ഞങ്ങൾ കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയായി എന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് സാർ. അതിന്റെ രേഖയും കൂടെ പുറത്തു വരികയാണ്. ആ രേഖയാണ് ഞാൻ തന്നത്. അത് വേണമെങ്കിൽ അയച്ചു തരികയും ചെയ്യാം. അപ്പൊ എന്ത് പറഞ്ഞാണ് നിങ്ങൾ ഇനി ഇവിടെ ഈ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്? കലക്കവെള്ളത്തിൽ വെള്ളം കലക്കി മീൻ പിടിക്കാനാണല്ലോ ശ്രമിച്ചത്. അത് പക്ഷേ ഇതിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തെളിഞ്ഞു വന്നു. ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടോ ത്രിപുരയുടെ ഇഷ്യൂ. ത്രിപുരയിൽ കോൺഗ്രസ് ഒന്നാകെ BJPയിലേക്ക് മറിഞ്ഞൊരു ചരിത്രം ഞാൻ പറയണമെന്ന് പറയാം കേട്ടോ. കൃത്യമായി വരി തെറ്റാതെ ഓരോ വർഷവും തെറ്റാതെ ഞാൻ പറയാൻ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന CPMന്റെ മേലേക്ക് കുതിര കയറാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BJP ജനാധിപത്യത്തിന്റെ പേരിൽ നടത്തുന്ന ജനാധിപത്യ ധ്വംസനങ്ങളാണ്. അടിയന്തരാവസ്ഥ പഴി പറയുന്നവർ ആധുനികവും വ്യാജവുമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന സംസ്ഥാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് മുമ്പേ ഞങ്ങൾക്ക് പോകണം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ്. ഈവൻ കർണാടകയിൽ പോലും യലഹങ്കയിൽ വഴിയാധാരമാക്കിയത് 3000 കുടുംബങ്ങളെയാണ്. ഏതാണത് ഓർപ്പിക്കുന്നത്?
സഞ്ജയ് ഗാന്ധിയുടെ ഷാ കമ്മീഷൻ വിമർശിച്ച കാര്യമില്ലേ? ഡൽഹിയിലെ ദൈനാവസ്ഥ കാലത്ത് 7 ലക്ഷം കുടുംബങ്ങളെ ഒഴിപ്പിച്ച, ഒറ്റ യാത്ര കൊണ്ട് ഒഴിപ്പിച്ച ഒരു വലിയ മഹാപാതകം. അതിന്റെ തനിയാവർത്തനമാണല്ലോ യലഹങ്കയിൽ കണ്ടത്. 3000 കുടുംബങ്ങളെ ഒറ്റയടിക്ക് ഒഴിപ്പിച്ചു വിട്ടു. അപ്പം BJP-ക്കാരും മിടുക്ക് കാണിക്കണം ജനവിരുദ്ധതയിൽ, തങ്ങളുടെ ഈ ഡിക്റ്റേറ്റർഷിപ്പിൽ. ഇതാണല്ലോ കോൺഗ്രസ് പിന്നെ ഭരണം കിട്ടുന്ന സ്ഥലത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ജനാധിപത്യത്തിൽ നിന്നും പുതിയതല്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും. അപ്പൊ ജനങ്ങൾക്ക് പുതിയതാണെന്നേ. ഇപ്പൊ പിന്നെ KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണല്ലോ. അവരുടെ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന ദിവസവുമാണല്ലോ ഇന്ന്. വിജയം ഉണ്ടായി. സതീശൻ പറഞ്ഞെന്താണ്, പിന്നെ CPM-നെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കാനാണ് അത്ര പാട്. ഗോവിന്ദ മാഷ് ഉൾപ്പെടെ പിന്നെ 14-ാം തീയതി മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പരാജയത്തിനെ പറ്റി. പക്ഷെ എന്താണ് കോൺഗ്രസിനും BJP-ക്കും വേണ്ടത്? അത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സ്വാഭാവികമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതൊക്കെ നടത്തിക്കൊള്ളൂ. അത് നടത്താനൊന്നും നമുക്ക് ആർക്കും പറയാൻ അവകാശമില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ള പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ മറ്റത്തോർ കാണിച്ച ഈ പരിപാടി എന്ന് പറയുന്നത് നഗ്നമായ ജനാധിപത്യ വിരുദ്ധതയാണ്. ജനങ്ങളെ ഇളിഭ്യരാക്കുന്ന, വോട്ട് ചെയ്ത് ജനങ്ങളെ ഇളിഭ്യരാക്കുന്ന നടപടിയാണ് ഈ കത്തിലൂടെ, ഞാൻ വായിച്ചല്ലോ ആ കത്തിലൂടെ കാണിക്കുന്നത്. എന്താണ് പറയാൻ കഴിയുക നിങ്ങൾക്കിതിന് എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പൊ ഞാൻ കേൾക്കാം.